പ്ലസ് 1 കെമിസ്ട്രിയുടെ റിവിഷൻ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലസ് 1 എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു റിവിഷനാണിത്. അത് ഫസ്റ്റ് ഇയർ പബ്ലിക് എക്സാം ആണെങ്കിലും ഇംപ്രൂവ്മെന്റ് എക്സാം ആണെങ്കിലും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് പല വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് ആ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ഒരു വീഡിയോ ആണിത്. ഈ ടോപ്പിക്സ് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് ദ ഫസ്റ്റ് ടോപ്പിക്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. കാഥോഡ് റേസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് എന്താണെന്ന് പറയണം. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. ഇവിടെ ഞാൻ ചെറിയൊരു ചിത്രം വരച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണല്ലോ. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനകത്ത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്, ഒന്ന് കാഥോഡും ഒന്ന് ആനോഡും. ഇതിനകത്ത് ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് വളരെ ലോ പ്രഷറിലാണ് ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി പ്രഷർ കൂട്ടാനും കുറയ്ക്കാനുള്ള വാക്വം പമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കാഥോഡ് റേസ് അല്ലെങ്കിൽ അവിടെ നിന്ന് കാഥോഡിൽ നിന്ന് പാർട്ടിക്കിൾസ് ആനോഡിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ഈ ആനോഡിന്റെ ബാക്കില് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ വെച്ച് കോട്ട് ചെയ്യും. അപ്പൊ എന്തെങ്കിലും പാർട്ടിക്കിൾസ് വന്ന് പതിക്കുമ്പോൾ അവിടെ തിളങ്ങും. അപ്പം ഇത് കാഥോഡ് റേസിന്റെ ഫസ്റ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. കാഥോഡ് റേസ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? കാഥോഡ് റേസ് സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ടു ആനോഡ്. Now second one, cathode rays are made visible when striking on a fluorescent or phosphorescent material. ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നുമില്ല എങ്കിൽ ഈ പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. അതേസമയം ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ആരാണ്? ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, അല്ലെ? അപ്പൊ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ച് കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ ബിഹേവ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? കാഥോഡ് റേസ് എന്ത് ഉണ്ട്? കാഥോഡ് റേസില് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് അവ ഇലക്ട്രോൺസ് ആണ് എന്നുള്ള നിഗമനത്തിലാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, സോ the third one, cathode rays travel in a straight line in the absence of electric and magnetic field. Okay, now the fourth one, cathode rays behave like negatively charged particle when placed in electric and magnetic field. That is, they consist of negatively charged particles called electrons. Electrons ആണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ കാഥോഡ് റേസിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഒന്നും ഈ ഇലക്ട്രോഡിനെയോ ഇതിനകത്തെടുത്തിരിക്കുന്ന ഗ്യാസിന്റെ നേച്ചറിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നതേയില്ല. സോ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് നേച്ചർ ഓഫ് ദി ഗ്യാസ് ഇൻ ദി കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കണം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്ന ആറ്റം മോഡൽസ് ആണ്. നമുക്ക് ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ 3-4 ആറ്റം മോഡൽസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് ആറ്റം മോഡലാണ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. അതിന് മറ്റൊരു പേരുണ്ട് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റേസിംഗ് പുഡിംഗ് മോഡൽ. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ഹോൾ മാസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി ആറ്റം. ആ മുഴുവൻ മാസും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇലക്ട്രോൺസ് അതിനകത്ത് എംബഡ് ചെയ്ത് അതായത് ഒരു തണ്ണിമത്തനില് അതിന്റെ സീഡ്സ് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ലേ, അതുപോലെ ആറ്റത്തില് ഇലക്ട്രോൺസ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് എന്നാണ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം പറയുന്നത്. അല്ലെങ്കിൽ റേസിംഗ് പുഡിംഗ് മോഡൽ, പുഡിങ്ങിനകത്ത് റേസിംഗ്സ് നമ്മൾ ഇങ്ങനെ എംബഡ് ചെയ്ത് വെക്കുന്നത് പോലെയാണ് തോംസന്റെ മോഡൽ ഓഫ് ആറ്റം. ഹി കുഡ് എക്സ്പ്ലെയിൻ ദ ഓവറോൾ ന്യൂട്രാലിറ്റി ഓഫ് ദി ആറ്റം. ഓവറോൾ ന്യൂട്രാലിറ്റി, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റ് പ്രൂവ് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു. ബാക്കി കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല.
ഇനി അടുത്തതാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ പറയുന്നതിന് മുൻപ് റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താണെന്ന് പറയണം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ് അല്ലെ. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റില് ഹൈ എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജും 4 മാസ് നമ്പറുമുള്ള പാർട്ടിക്കിൾസ് ആണ്. അതായത് ഹീലിയം ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ഇല്ലാത്ത ഹീലിയം ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആൽഫ പാർട്ടിക്കിൾസ് വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിൽ കൂടി കടത്തിവിടുകയാണ്. കടത്തിവിടുമ്പോൾ ഈ ഗോൾഡ് ഫോയിലിന്റെ മറുവശത്ത് ഇവിടെ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ പതിപ്പിച്ചിട്ടുണ്ട്. സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഈ ആൽഫ പാർട്ടിക്കിൾസ് ഇവിടെ വന്നാൽ നമുക്ക് അറിയാൻ വേണ്ടിയാണ്. കാരണം ഫ്ലൂറസെൻസ് ഉണ്ടാക്കുമല്ലോ. അപ്പം ഇതിൽ നിന്ന് ഇതാണ് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ്. പതിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട ഒബ്സർവേഷൻ ഇതാണ്: മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ട്രാവൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. യാതൊരു ഡിഫ്ലക്ഷനും കൂടാതെ ഫ്രീ ആയിട്ട് ഈ തിൻ ഗോൾഡ് ഫോയിലിൽ കൂടി ആര് കടന്നുപോയി? ആൽഫ പാർട്ടിക്കിൾസ് കടന്നുപോയി. വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് deviated or deflected by small angles. ചെറിയ ആംഗിൾസിൽ നേരെ കടന്നു പോകാതെ ചെറിയ ആംഗിൾസിൽ അത് ഡീവിയേറ്റ് ചെയ്തു. മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഫ്യൂ, തീരെ കുറഞ്ഞു, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക്, ചെന്നതുപോലെ തന്നെ തിരിച്ചു വന്നു 180 ഡിഗ്രി ആംഗിളിൽ. ഇത് മൂന്നെണ്ണമാണ് ഒബ്സർവേഷൻ. വെരി ഫ്യൂ ബൗൺസ് ബാക്ക് അറ്റ് 180 ഡിഗ്രി ആംഗിൾ. ഇനി ഇതിനകത്ത് നിന്ന് ഉണ്ടായ കൺക്ലൂഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ട്രാവൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അതിന്റെ അർത്ഥം തീരെ സ്പേസിൽ, ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ശരിയല്ലേ? റോഡിലൊക്കെ ഫ്രീ ആണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. അപ്പം ട്രാഫിക് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്കത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ഫ്രീ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ട്രാവൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ എന്ന കൺക്ലൂഷനിലേക്ക് എത്തി. സോ ദ ഫസ്റ്റ് കൺക്ലൂഷൻ ഈസ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി, ശൂന്യമാണ് എന്ന ഫസ്റ്റ് കൺക്ലൂഷൻ. സെക്കൻഡ് കൺക്ലൂഷൻ, സെക്കൻഡ് എന്തായിരുന്നു പറഞ്ഞത്? വെരി സ്മോൾ ഫ്രാക്ഷൻ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. കുറച്ച് ഡിഫ്ലക്ട് ചെയ്തു. എപ്പോഴാണ് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അത് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ്ലി ചാർജ് സെന്ററിന്റെ അടുത്ത് ചെല്ലണം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് സെന്ററിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് അത് ഡിഫ്ലക്ട് ചെയ്തത്. പക്ഷെ ആ സെന്റർ എന്ന് പറയുന്നത് ഒരുപാടുണ്ടോ? അതൊരു ചെറിയ വോളിയത്തിൽ മാത്രമേ ഉള്ളൂ. വലിയ വോളിയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മുഴുവൻ ഡിഫ്ലക്ഷൻ നടന്നേനെ അല്ലെ. അങ്ങനെ നടക്കുന്നില്ല. അപ്പൊ സെക്കൻഡ് കൺക്ലൂഷൻ എത്തിയത് ഇൻ ആറ്റം പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ വോളിയം. ഓക്കെ, ഇനി ഈ വെരി ഫ്യൂ ബൗൺസ് ബാക്ക്, പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അതായത് ഈ ആൽഫ പാർട്ടിക്കിൾസ് നേരെ എവിടെ ചെന്ന് ഇടിച്ചു? ആ പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്റർ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോസിറ്റീവ് ചാർജുള്ള സെന്ററിനെ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ ചെന്ന് ഇടിച്ചു. പക്ഷെ അത് വളരെ കുറച്ചേ ഉള്ളൂ. അതിന്റെ അർത്ഥം ആ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സപ്പോസ് 5 കിലോമീറ്റർ ആണ് ഒരു ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ റേഡിയസ് 5 കിലോമീറ്റർ ആണ് എങ്കിൽ ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പമേ ആർക്കുള്ളൂ? ന്യൂക്ലിയസിന് ഉള്ളൂ. അതിൽ വയ്ക്കുന്ന ഒരു ക്രിക്കറ്റ് ബോളിന്റെ വലിപ്പം. സീ ദ ഡിഫറൻസ്. So the third conclusion is positively charged center, that is nucleus is very small. ഇനി റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. Most of the mass and positive charge of the atom is concentrated in a very small region called nucleus. ആ മുഴുവൻ മാസും പോസിറ്റീവ് ചാർജും ചെറിയ ഒരു റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇൻ സർക്കുലർ പാത്സ്, ജസ്റ്റ് ലൈക്ക് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന് എന്താ സംഭവിക്കുന്നത്? സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് called orbits, just like solar system. Now the third postulates electrons and nucleus are held together by
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് നോക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീമെറിറ്റ്സ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് 2 പോയിന്റ്സിൽ ആ ഡീമെറിറ്റ്സിനെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ബിക്കോസ് ദിസ് ഇസ് എ റിവിഷൻ ക്ലാസ്. Now, second one, it says nothing about the electronic structure of atom. ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതായത് ആറ്റത്തിലെ ഇലക്ട്രോൺസ് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇലക്ട്രോണിന്റെ എനർജി, ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെട്ട് ഫൈനലി അത് എവിടെ വന്ന് വീഴും? എനർജി ലൂസ് ചെയ്ത് എവിടെ വന്ന് വീഴും? വീഴേണ്ടതാണ്, ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴേണ്ടതാണ്. പക്ഷെ ഒരു ആറ്റത്തിനും അങ്ങനെ വന്ന് സംഭവിക്കുന്നില്ല. അപ്പൊ ആ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതൊന്നുകൂടി ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ഒരു ടോപ്പിക്കാണ്, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഒരു സ്പീഷീസിന്റെ സിമ്പൽ എഴുതുന്നതെന്ന്. ഇപ്പൊ ഒരു ആറ്റത്തിന്റെ സിമ്പൽ എഴുതാനാണെങ്കിൽ നമുക്കറിയാം, സപ്പോസ് ദ ആറ്റം ഈസ് XX ആണ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ ലെഫ്റ്റ് സൈഡില് താഴെയായിട്ടും മാസ് നമ്പർ മുകളിലായിട്ടുമാണ് നമ്മൾ എഴുതുന്നത്. Z അറ്റോമിക് നമ്പർ ആണ്, A മാസ് നമ്പർ ആണ്. And atomic number is the number of protons and that is equal to number of electrons. If the atom is electrically neutral, atom electrically neutral ആണെങ്കിൽ, തുല്യ എണ്ണമാണ് എങ്കിൽ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, and A is the mass number. Mass number എന്ന് പറഞ്ഞാൽ എന്താണ്? Number of protons plus number of neutrons. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, ഇനി ഒരു സ്പീഷീസ് കാറ്റയോൺ ആണെങ്കിൽ, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പീഷീസ് ആണെങ്കിൽ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ലാർജർ ദാൻ ഇലക്ട്രോൺ. ശരിയല്ലേ? ഇനി ഇഫ് സ്പീഷീസ് ഈസ് ആനയോൺ ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും, കുറവായിരിക്കും. ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ചെയ്യാനായിട്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 18, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 16, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 16. സിമ്പിൾ അസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ എഴുതുന്നതിന് മുമ്പ് ഇത് ഏത് എലമെന്റ് ആണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിൽ ലോഗരിതം ടേബിൾ ഉണ്ട്, ഇത് അറിയില്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആദ്യത്തെ 30 എലമെന്റ് പരിചയമുള്ളതായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 16 അറ്റോമിക് നമ്പർ 16 വരുന്നത്, അതാണല്ലോ Z എന്ന് പറയുന്നത്. Z is the number of protons. ആ Z 16 വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? സൾഫർ ആണ്. സോ സൾഫർ നമ്മൾ എഴുതി. ഇനി അതിന്റെ അറ്റോമിക് നമ്പർ ആണ് നമ്മൾ താഴെ എഴുതുന്നത്. സോ S16 എന്ന് എഴുതി. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 18 ആണ്. മുകളിൽ എഴുതുന്നത് മാസ് നമ്പർ ആണ്. അതുപോലെ അറ്റോമിക് മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പം 16 കൂടെ കൂട്ടി എത്ര കിട്ടും? 32 കിട്ടും. സിമ്പിൾ പൂർത്തിയായോ? ഇല്ല. കാരണം ഇവിടെ പ്രോട്ടോൺസിന്റെ എണ്ണം ഇലക്ട്രോൺസിന്റെ എണ്ണത്തെക്കാൾ കുറവാണ്, അല്ലെ? അപ്പൊ പ്രോട്ടോൺസിന്റെ എണ്ണം കുറവായി വന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് സ്മോളർ ആണെങ്കിൽ ആ സ്പീഷീസ് എന്താണ്? ആനയോൺ ആണ്. അപ്പൊ ഇവിടെ എത്ര എണ്ണം അധികമുണ്ട്? 2 ഇലക്ട്രോൺ അധികമുണ്ട്. അപ്പൊ അതിന് എന്ത് ചാർജ് കൊടുക്കും? 2-. സോ ദിസ് ഈസ് ദ സിംബൽ ഓഫ് ദി ആറ്റം. ഓക്കെ, ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഐസോടോപ്പ്, ഐസോബാർ എന്താണെന്നാണ്. ഐസോടോപ്പ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഐസോടോപ്പ്? ആറ്റംസ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം. ഇത് 3 സെയിം അറ്റോമിക് നമ്പർ ആണ്, ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഓക്കെ, അതുപോലെ കാർബൺ ഉണ്ടല്ലേ, കാർബൺ 6, 12, C13 ആൻഡ് C14. ഇതെല്ലാം അറ്റോമിക് നമ്പർ കാർബൺ സെയിം ആണ്, പക്ഷെ മാസ് നമ്പർ എല്ലാം ഡിഫറെന്റ് ആണ്. അതിനെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഐസോടോപ്പ്. അടുത്തത് ഐസോബാർ. എന്താണ് ഐസോബാർ? ഐസോബാറിന്റെ പ്രത്യേകത എന്താണ്? ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ്, ബട്ട് സെയിം മാസ് നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ കാർബൺ 6, C14.
ആൻഡ് നൈട്രജൻ 7n14. നോക്കിക്കേ, മാസ് നമ്പർ രണ്ടും സെയിം ആണ്, ബട്ട് ദ അറ്റോമിക് നമ്പർ ഈസ് ഡിഫറെന്റ്. സോ ഡിഫറെന്റ് അറ്റോമിക് നമ്പർ, സെയിം മാസ് നമ്പർ. ഇവിടെയോ ഡിഫറെന്റ് മാസ് നമ്പർ, സെയിം അറ്റോമിക് നമ്പർ. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഇക്വേഷൻ. ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഓഫ് ലൈറ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കാം. Then lambda is the wavelength. Then wave number എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂ ബാർ ആണ്. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. That is the number of wavelengths per unit length. യൂണിറ്റ് ലെങ്തിലുള്ള വേവ് ലെങ്തുകളുടെ എണ്ണമാണ് വേവ് നമ്പർ. ഈ വേവ് നമ്പർ എന്ന് പറയുന്ന ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അടുത്തത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഒരു വാക്വം ചേംബറിനകത്ത് വെച്ചിരിക്കുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മെറ്റൽ സർഫസിലേക്ക് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് വന്ന് പതിക്കുകയാണ്. ആ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ മെറ്റലിന്റെ സർഫസിൽ നിന്ന് എടുക്കുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം മുതലായ മെറ്റൽസ്. ആ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ആ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പറും അതിന്റെ കൈനറ്റിക് എനർജി ഒക്കെ മെഷർ ചെയ്യാൻ അവിടെ ഡിറ്റക്ടർ ഒക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. Okay, and it is discovered by Henry Hertz. So it is the ejection of electrons from the surface of metals like potassium, rubidium, cesium, etc. when light of suitable frequency strikes on it. അതിൽ വന്ന് പതിക്കുമ്പോൾ. ഇനി ഈ പരീക്ഷണം നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തു. അതായത് വന്ന് പതിച്ച് കുറച്ചു നേരം കഴിഞ്ഞല്ല ഇജക്ട് ചെയ്ത്. There is no time lag between the striking of the beam of light and the ejection of electrons. ഒരു ടൈം ലാഗ് അപ്പൊ തന്നെ അത് ഇജക്ട് ചെയ്തു. That is the first one. The electrons are ejected from the metal surface as soon as the beam of light strikes the surface. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? ഇന്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റിന് പ്രൊപ്പോർഷണൽ ആണ്. ഏതൊരു മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി വേണം അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ഷൻ നടക്കണമെങ്കിൽ. ഓരോ മെറ്റലിനും അത് ക്യാരക്ടറിസ്റ്റിക് ആണ്. ആ മിനിമം ഫ്രീക്വൻസിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. So to occur photoelectric effect, a minimum frequency called threshold frequency is needed for each metal. ഓരോ മെറ്റലിനും ആ threshold frequency വേണം. Now the last one, the kinetic energy of the ejected electrons is proportional to frequency of the incident light. വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ കൊടുത്തത്? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിന് ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോണിന് ഒരു എനർജി ഉണ്ട്. നമ്മൾ പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി പഠിച്ചപ്പോൾ പഠിച്ചു E is equal to h nu. അപ്പൊ h nu എനർജി ഉള്ള ഫോട്ടോൺ ആണ് ഈ മെറ്റലിന്റെ സർഫസിലേക്ക് വന്ന് പതിക്കുന്നത്. അപ്പൊ ഫോട്ടോൺ ആ എനർജി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? മെറ്റലിലെ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനർജി കൂടി കഴിഞ്ഞ ഇലക്ട്രോൺസ് അവിടെ ഇരിക്കുമോ? ഇല്ല, പുറത്തേക്ക് ഇജക്ട് ചെയ്യും. അങ്ങനെ ഇജക്ട് ചെയ്യുമ്പോൾ കൂടുതൽ എനർജിയുള്ള ഫോട്ടോൺസ് ആണ് വന്ന് പതിക്കുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കാനായിട്ടൊരു മിനിമം എനർജി വേണം. അപ്പൊ അത് ആ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്നല്ല, ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരും. പക്ഷെ കൂടുതൽ എനർജി കൊടുത്താലോ അത് അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അങ്ങനെയാണ് അദ്ദേഹം അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഓക്കെ, when photon of sufficient energy strikes on metal surface, it transfers its energy to electrons in the metal and electron ejected without delay. ഒരു ഡിലേ ഇല്ലാതെ പെട്ടെന്ന് ഇജക്ട് ചെയ്യും.
greater the energy of photon, greater is the kinetic energy of ejected electron. കൂടുതൽ എനർജിയുള്ള ഫോട്ടോൺ ആണ് വരുന്നതെങ്കിൽ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. സപ്പോസ് ടു ഒക്കർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് മിനിമം എനർജി വേണ്ടത് h/nu0 ആണെന്ന് വിചാരിക്കുക. വേർ nu0 is the threshold frequency. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കണമെങ്കിൽ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി വേണമെന്ന് പറഞ്ഞില്ലേ, h/nu0 ആണ് മിനിമം എനർജി. നമുക്കുള്ള ഫോട്ടോണിന്റെ എനർജി h/nu ആണെന്നും അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. സോ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു h/nu മൈനസ് h/nu0. That is, kinetic energy എങ്ങനെ എഴുതാം? half mv² is equal to h/nu minus h/nu0. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. So m is the mass of the electron and v is the velocity of the ejected electron. And h നിങ്ങൾക്കറിയാം, Planck's constant. Nu എന്ന് പറയുന്നത് frequency, nu0 എന്ന് പറയുന്നത് threshold frequency, and it is characteristic for each metal. Now one more ഇന്റൻസ് ബീം ആണ് വരുന്നതെങ്കിൽ, ഇന്റൻസിറ്റി കൂടിയ ഒരു ബീം ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് ലാർജർ നമ്പർ ഓഫ് ഫോട്ടോൺസ് കാണും. അതനുസരിച്ച് ലാർജർ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഇജക്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഒന്ന് ക്ലബ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഒബ്സർവേഷൻസ് ഓഫ് റൂദർഫോർഡ്സ് ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. Second, mention the drawbacks of Rutherford's atom model. And third question, write any two postulates of Rutherford's atom model. ഞാൻ ഈ മൂന്നെണ്ണം എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇതിന്റെ ഒബ്സർവേഷൻസ് ചോദിച്ചിട്ടുണ്ട്, കൺക്ലൂഷൻസ് ചോദിച്ചിട്ടുണ്ട്, റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ എല്ലാ പോസ്റ്റുലേറ്റും എഴുതാനായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന അതിന്റെ ഡീമെറിറ്റ്സ് ആണ്. അപ്പൊ ആ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല തവണ ചോദിച്ചത് ഞാൻ ക്ലബ് എഴുതിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ, നൗ റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. ഇതും പലതവണ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ ആ ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആണ്. Now next question, the number of protons, electrons and neutrons are equal to 17, 18 and 18 respectively. Assign the symbol. Symbol assign ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചു സിമ്പിൾ അസൈൻ ചെയ്യണമെങ്കിൽ ഏതാണ് ഈ പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണ്? 17 ആണ്. 17 എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ പ്രോട്ടോൺസിന്റെ 17 ആണ്. അപ്പൊ ഏതാണ് എലമെന്റ്? ഏതാണ് 17 അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ്? ഏതാണ്? ക്ലോറിൻ. സപ്പോസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ലോഗരിതം ടേബിളിൽ നോക്കാം, പക്ഷെ നമുക്ക് അറിയാവുന്നതാണ് 17. സോ അപ്പോൾ 17 എഴുതി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? മാസ് നമ്പർ ആണ് വേണ്ടത്. മാസ് നമ്പർ ആണ് മുകളിൽ എഴുതേണ്ടത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പൊ പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയാണ്? 17 ആണ്. ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാണ്? ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. അപ്പൊ 17ഉം 18ഉം എത്രയാണ്? 35. So 17, 35. ഓക്കെ, ഇനി ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണെന്ന് നോക്കാം. ഇലക്ട്രോൺസിന്റെ എണ്ണം 18 ആണ്. അതായത് പ്രോട്ടോണിന്റെ എണ്ണം കുറവാണ്, ഇലക്ട്രോണിന്റെ എണ്ണം 1 കൂടുതലാണ്. അപ്പൊ അതിന് എന്തുണ്ടാകും? ഒരു ചാർജ് ഉണ്ടാകും. അപ്പൊ ആ ചാർജ് ഇവിടെ ഇട്ട് കൊടുക്കാം, മൈനസ്. സോ ദിസ് ഈസ് ദി സിമ്പൽ. ഇതാണ് ഈ സ്പീഷീസിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, now the sixth question, the number of electrons ejected in a photoelectric effect is proportional to dash of light used. One word ആയിട്ട് ചോദിച്ചതാണ്. എന്തിന് പ്രപ്പോർഷണൽ ആണ് നമ്മൾ പറയും? 2 ഓപ്ഷനും തന്നിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂസിങ് ആവും അല്ലെ? ഫ്രീക്വൻസി, ഇന്റൻസിറ്റി. വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചാലേ നമുക്കിവിടെ കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആർക്ക് പ്രപ്പോർഷണൽ ആണ്? അതിന്റെ ഇന്റൻസിറ്റിക്ക് പ്രപ്പോർഷണൽ ആണ്. പക്ഷെ കൈനറ്റിക് എനർജി ആർക്ക് പ്രപ്പോർഷണൽ ആണ്? ഫ്രീക്വൻസിക്ക് പ്രപ്പോർഷണൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാൻ. ത്രെഷോൾഡ് ഫ്രീക്വൻസി
is the maximum frequency required to photoelectric emission. ശരിയാണോ? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻസി ആണോ? അല്ലല്ലോ, എന്താണ്? മിനിമം ഫ്രീക്വൻസി ആണ്, നമ്മൾ കണ്ടു അല്ലേ? സോ ദാറ്റ് ഈസ് റോങ്. Then kinetic energy of the photoelectrons is directly proportional to the frequency of incident light. അപ്പോൾ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ്, അതാണ് കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ആർക്കാണ് പ്രൊപ്പോർഷണൽ? നമ്മൾ പഠിച്ചു എന്തിനാണ്? ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റിനാണെന്ന് പഠിച്ചു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഏതിന് പ്രൊപ്പോർഷണൽ ആണ്? ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റിന് പ്രൊപ്പോർഷണൽ ആണ്. തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, നൗ അപ്പം ഇത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ശരിയാണ്. തേർഡ് കൂടി നമുക്ക് നോക്കാം. വർക്ക് ഫംഗ്ഷൻ ഈസ് സെയിം ഫോർ ഓൾ മെറ്റൽസ്. എന്താണ് ഈ വർക്ക് ഫംഗ്ഷൻ? ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാനായിട്ട് ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജിയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് h nu0. നമ്മൾ അത് റെപ്രസെന്റ് ചെയ്തിരുന്നു. സോ വർക്ക് ഫംഗ്ഷൻ ഈസ് h nu0. മിനിമം എനർജിയാണ്. അത് ഓരോ മെറ്റലിനും ഓരോന്നാണ്. സോ വർക്ക് ഫംഗ്ഷൻ ഈസ് സെയിം ഫോർ ഓൾ മെറ്റൽസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഓക്കെ, അപ്പൊ ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത്തരം ആ എക്സ്പെരിമെന്റ് നന്നായിട്ട് മനസ്സിലാക്കിയാലേ ഇത്തരം ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രോബ്ലം. The threshold frequency nu0 for a metal is 6.2 into 10 raised to 4 second inverse. Calculate the kinetic energy of an ejected electron. When the radiation of frequency nu is equal to 8.7 into 10 raised to 4 second inverse strikes the metal. എന്താണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇജക്റ്റഡ് ഇലക്ട്രോൺ. അപ്പൊ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ഏതാ നമ്മൾ പഠിച്ചത്? മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി വെച്ചിട്ട് ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ? അപ്പോൾ ഇക്വേഷൻ ദാറ്റ് ഈസ് h nu minus h nu0. ശരിയല്ലേ? ആൻഡ് നമുക്ക് സിംപ്ലിഫൈ h into nu minus nu0 എന്നെടുക്കാം. ഇനി എച്ചിന്റെ വാല്യൂ എന്താണ്? എച്ചിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. സോ h is equal to 6.626 into 10 raised to minus 34 ജൂൾ സെക്കൻഡ് ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. is equal to 6.626 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് into 10 raised to minus 34 ജൂൾ സെക്കൻഡ്. യൂണിറ്റ് എഴുതുമ്പോൾ ജൂളിൽ തന്നെയുള്ള വാല്യൂ ആണ് കൈനറ്റിക് എനർജിയുടെ വരുന്നത്. ഞാനിപ്പോ തൽക്കാലം യൂണിറ്റ് എഴുതുന്നില്ല. യൂണിറ്റ് എഴുതി ചെയ്യുകയാണെങ്കിൽ അവസാനം ഫൈനൽ ആൻസർ കറക്റ്റ് യൂണിറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. ന്യൂന്റെ വാല്യൂ, ന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 8.7 into 10 raised to 4 മൈനസ് nu0 എത്രയാണ്? 6.2 into 10 raised to 4 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ്, രണ്ടിന്റെയും 10ന്റെ പവർ സെയിം ആണ്. 10 raised to 4 ആണ്. അപ്പൊ 10 raised to 4 പുറത്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 8.7 മൈനസ് 6.2 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 6.626 ഇൻറ്റു നമ്മൾ എഴുതുകയാണ് 10 raised to minus 34 ഇൻറ്റു ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 2.5 ഇൻറ്റു 10 raised to 4 ആണ്. So final answer is equal to 16.565 into 10 raised to minus 30 joule. So that is the kinetic energy of the electron. Kinetic ejected electron ന്റെ kinetic energy ആണ് 16.565 into 10 raised to minus 30 joule. ബാക്കി എല്ലാ യൂണിറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു പോയി. ഇപ്പൊ കൈനറ്റിക് എനർജിയുടെ യൂണിറ്റ് ജൂളിൽ നമ്മൾ എഴുതിയിരിക്കുന്നു. അപ്പം ഇനി ഈ ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഒരു 4-5 മാർക്കിന് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നോക്കുന്നത് അല്ലെ. അപ്പം നമുക്ക് ഷുവർ ആയിട്ടും ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാകും. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.